പ്രണയസാഗരം അധ്യായം 8. കാദർ പെരിയത്തെയാണ് തറവാട്ടിലെ മൂത്തയാൾ. വീട്ടിൽ തന്നെ ഒരു പൂജാമുറി അയാൾക്ക് ഉണ്ടായിരുന്നു. എല്ലാത്തിനും വ്യക്തമായ നിലപാടുകളും. തിരിയും വിളക്കും കത്തിക്കലും പൂജയും യഥാക്രമം തുടർന്നു തുടങ്ങി. അത്തയുടെ കൂടെ നടന്ന് അദ്ദേഹം ക്രിയകൾ മുഴുവൻ പഠിച്ചിരുന്നു. ഉഗ്രമൂർത്തിയായ ചാമുണ്ടേശ്വരി ദുർഗയാണ് മൂപ്പരുടെ ഇഷ്ടദൈവം. ദുർഗയുടെ ചിത്രം അത്ര പോരല്ലോ എന്ന ചിന്തയാണ് മൂപ്പര് അയ്യപ്പൻ എന്ന ചിത്രകാരൻ്റെ അടുത്തെത്തിച്ചത്. അയ്യപ്പ, എനിക്കൊരു ചാമുണ്ടി ദുർഗയുടെ രൗദ്രഭാവം വേണം. എൻ്റെ കാദർക്ക, എനിക്ക് വരയ്ക്കാൻ അറിയില്ല. കാദർ അരയിൽ നിന്നും കുറച്ച് നോട്ടുകെട്ടുകൾ എടുത്തു. ഒരു ചിത്രം കൊണ്ട് നിന്റെ കുടുംബം മാറുമെങ്കിൽ നോക്കിക്കൂടറാ. പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന അയ്യപ്പൻ തൻ്റെ പുറകിൽ നിന്ന് ഭാര്യയെ നോക്കി. വാങ്ങിക്കോ ചേട്ടാന്ന് അവരുടെ കണ്ണുകളിലെ ദാരിദ്ര്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എപ്പോഴേക്കാണ് കാദർക്ക വേണ്ടത്? അങ്ങനെ പെട്ടെന്ന് വരയ്ക്കണ്ട. ഞാൻ ഓരോ ദിവസവും പറഞ്ഞു തരും വരയ്ക്കേണ്ട കോലവും രൂപവും. അത് സാധാരണ ഒരു രൂപമല്ല അയ്യപ്പ. അയ്യപ്പനൊന്നും മനസ്സിലായില്ലെങ്കിലും കാദറിനെല്ലാം മനസ്സിലായിരുന്നു. കാദർ പെരിയത്തയുടെ പൂജകളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. നല്ല ചീട്ടുകളെയും അത്യാവശ്യം ദൂർത്തും കയ്യിലുള്ള ആളാണ്. ഫോറസ്റ്റിൽ സ്ഥിരം ജോലിക്കാരനായും ഇടയ്ക്ക് പാപ്പാനായും മൂപ്പര് വിരസുന്ന കാലം. ആനക്കൂട്ടിൽ രഞ്ജി എന്നൊരു കൊമ്പനുണ്ട്. മൂപ്പര് പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന ഒരു കൊമ്പൻ. മൂപ്പരുടെ കുസൃതി കൊണ്ട് അടയ്ക്ക വരെ കുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് മുറുക്കാൻ വേണ്ട അടയ്ക്ക രഞ്ജിക്ക് മുന്നിലിട്ട് കൊടുക്കും. രഞ്ജി അത് കൊമ്പ് കൊണ്ട് കുത്തിപ്പൊളിച്ച് മൂപ്പർക്ക് കൊടുക്കും. അത്രയ്ക്കും വലിയൊരു ബന്ധം മൂപ്പരും ആനയും തമ്മിലുണ്ടായിരുന്നു. ദിവസവും അയ്യപ്പന് ദേവി ചിത്രം പറഞ്ഞു കൊടുക്കും. അവസാനം മിനുക്കുപണികൾ നടക്കുമ്പോൾ അയ്യപ്പൻ പറഞ്ഞു, കാദർക്ക, ഒന്നിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ, നമ്മളിൽ ആരെങ്കിലും ഒരാളെ ഇനി പ്രതീക്ഷിച്ചാൽ മതി. അതെന്താ ഈ അങ്ങനെ പറഞ്ഞത്? ചിത്രം പൂർണ്ണതയിലെത്തിയതല്ലേ. ഒന്നുകിൽ വരപ്പിച്ച ആൾ അല്ലെങ്കിൽ വരച്ച ആൾ, അതിലാരേലും ഒന്നേ ഉണ്ടാവുള്ളൂ. അവസാന ദിവസം അയ്യപ്പന് ദക്ഷിണയും വെച്ച് ആ ദേവീ ചിത്രം മഞ്ഞക്കടമ്പിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ചന്ദനത്തിരികൾ നിറച്ച് കത്തിയ മുറിയിൽ കെടാവിളക്കിന് മുമ്പിൽ ദേവി സ്ഥാനമുറപ്പിച്ചു. സംഹാരരുദ്രണിയായ ദേവിയുടെ മുഖത്ത് പ്രകാശം വിതറിയപ്പോൾ ചുവന്നു തൊടുത്തു. അവരുടെ മുഖം പേടിപ്പെടുത്തുന്നതായിരുന്നു. മിക്കപ്പോഴും രാത്രികളിൽ പൂജാമുറിയിൽ നിന്നും ചിലങ്കയുടെയും ഉടുക്കിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. തേക്കുതോട് വനത്തിൽ തടി പിടിക്കാൻ പോയതായിരുന്നു രഞ്ജിയും പെരിയത്തയും. കയറി നടയാനേ. പക്ഷെ അന്ന് വരെ കണ്ട രഞ്ജി ആയിരുന്നില്ല അപ്പോൾ. അവൻ്റെ മാംസത്തിൽ തോട്ടി ഇറങ്ങിയിരുന്നു അത്രേ. ആ വാർത്ത വന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രഞ്ജിയുടെ കുത്തേറ്റ് പെരിയത്ത മരിച്ചു. രഞ്ജിയാന അങ്ങനെ ചെയ്യുമെന്ന് ആർക്കും വിശ്വസിക്കാനേ തോന്നുന്നില്ല. വെളുത്തു വളഞ്ഞ കൊമ്പിൽ പുരണ്ട ചോരയുമായി കലിപ്പ് പൂണ്ട് നിൽക്കുന്ന രഞ്ജി അതുവരെ ആർക്കും പരിചിതമായ മുഖമായിരുന്നില്ല. നിന്നെ ഉമി കൊടുത്തു വാങ്ങിയതാണടി കാന്താരി. ദേഷ്യം പിടിച്ചിരുന്നപ്പോൾ പെരിയത്തയുടെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ എപ്പോഴും ഉമി കൊടുത്തു വാങ്ങിയതാ എന്ന് പറയും. കള്ളുമുണക്കുന്ന ചുംബനം കവിളിൽ തരും. കടലമുട്ടായി എപ്പോഴും ഉണ്ടാവും നൂറുവിന് കൊടുക്കാൻ. വെള്ള പുതപ്പിച്ച അദ്ദേഹത്തിൻ്റെ മൃതദേഹം നൂറയെ വല്ലാതെ കരയിച്ചു. ചങ്ങലകളിൽ ബന്ധിച്ച രഞ്ജിയുടെ കാലുകൾ മുറിഞ്ഞ് വ്രണമായിരുന്നു. അവൻ്റെ കാലുകളിൽ നിന്നും ചങ്ങലയഴിച്ചു മാറ്റാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. തൻ്റെ യജമാനൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ രഞ്ജിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ ചിഹ്നം വിളിച്ച് സങ്കടമറിച്ചു. രഞ്ജിക്ക് ചതി പറ്റിയതാ. ആരോ മനഃപൂർവ്വം കാദറിനെ കുരുക്കിയതാണ്. വേറെ ആരുമല്ല, കൂടെ നടക്കുന്ന പാപ്പാന്മാരാണ്. അടുത്ത ഗവൺമെൻറ് ഉദ്യോഗം അവർക്കല്ലേ. അങ്ങനെ പല അഭിപ്രായങ്ങളും ഉയർന്നുവെങ്കിലും ആരും വ്യക്തമായി മുന്നോട്ട് വന്നില്ല. പതിയെ പെരിയമ്മയ്ക്ക് ആ വീട്ടിൽ സ്ഥാനമില്ലാണ്ടായി. വീട്ടിൽ തന്നെ പെരിയത്തയുടെ ജോലിക്കായി വടംവലി നടന്നു തുടങ്ങി. രഞ്ജിയുടെ കാലിലെ ചങ്ങല കാദർ പെരിയത്തയുടെ മൂത്ത മകൻ റജി തന്നെ അഴിച്ചു. വേറെ ആരെയും രഞ്ജി തൻ്റെ അടുക്കളയ്ക്ക് അടുപ്പിച്ചിരുന്നില്ല. കണ്ണുകൾ നിറച്ച് ഇടറിയ കാലുകളോടെ രഞ്ജിയുടെ അടുത്തെത്തിയ റജിയെ കണ്ടപ്പോൾ രഞ്ജിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ റജിയുടെ മുന്നിൽ തലകുനിച്ചു നിന്ന് അനുസരണക്കേടാണ് കാട്ടിയത്, പൊറുക്കണം എന്ന് അവൻ്റെ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കൊമ്പുകളിൽ കറ പിടിച്ചിരുന്ന രക്തം ബാപ്പയുടേതാണ്. എന്താടോ നിനക്ക് പറ്റിയത്? അവൻ്റെ തുമ്പിക്കൈയിൽ തലോടി രഞ്ജിയോട് ചോദിച്ചപ്പോൾ രഞ്ജി റജിയെ തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. കണ്ടുനിന്ന ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു രംഗമായിരുന്നില്ല അത്. കാദർ പെരിയത്തയുടെ 2 മക്കൾ, രഞ്ജിയും റജിയും. സാരല്ലേ പോട്ടെ, നീ അറിഞ്ഞോണ്ടല്ലോ, അത്രയ്ക്ക് നിന്നെ മനസ്സിലാവും. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങൾ അത്രയും രഞ്ജിക്ക് ഒരുക്കമായിരുന്നു അത്രേ. ഭക്ഷണം കഴിക്കാതെ ഒരാന, യജമാനൻ്റെ കവസ്ഥാനിൽ എന്നും എത്തുന്ന ആന. ഒടുവിൽ എല്ലാവർക്കും സങ്കടം ബാക്കിയായി രഞ്ജി ചെരിഞ്ഞു. ഇഷ്ടഭക്ഷണമായ ചക്കരച്ചോറും കരിമ്പും ഒന്നും അവൻ്റെ മുന്നിൽ എത്ര വെച്ചിട്ടും കഴിക്കാതെ ഒരു ജീവി.
തറവാട്ട് വീട്ടിലെ പെരിയത്തയുടെ പൂജാമുറിയിലെ ഒറ്റച്ചിലമ്പിൻ്റെ ശബ്ദം കൂടിക്കൊണ്ടിരുന്നു. പാതിരാത്രികളിൽ പറക്കുന്ന അസർമുല്ലയുടെ ഗന്ധം പോലെ, ചന്ദനത്തിരിയുടെ ഗന്ധം, കർപ്പൂരഗന്ധം. ഇതിനിടയിൽ തെയ്യത്തിനെ പോലെ ഉറഞ്ഞോടുന്ന ഒരു മാനസിക രോഗിയായി തറവാട്ടിലെ കാദർ പെരിയത്തയുടെ വേറൊരു സഹോദരൻ മൈദീൻ. വൈകുന്നേരം സന്ധ്യകളിൽ കർപ്പൂരഗന്ധം ഉയരുമ്പോഴൊക്കെ മൈദീൻ പെരിയത്തയുടെ കണ്ണുകൾ ചുവന്നു തുറിക്കും. അയാൾ വ്യക്തതയില്ലാത്ത ഭാഷയിൽ എന്തൊക്കെയോ പുലമ്പും. പിന്നെ നൂറും മഞ്ഞളും കലക്കിയ വെള്ളം സ്വയം ദേഹത്തോടെ ഒഴിച്ചുള്ള പരാക്രമമായിരിക്കും. ഓടിച്ചൊന്ന് കോഴിക്കൂട്ടിൽ നിന്നും കോഴിയെ പിടിച്ച് കഴുത്ത് കടിച്ചു മുറിക്കും. ചോര കുടിക്കുന്ന ഏതോ ഒരു അമാനുഷികൻ. മുറ്റത്തു നിൽക്കുന്ന മുളക്കുണ്ടയടക്കം ഒരു കൈകൊണ്ട് പിഴുതെറിയുന്ന മഹാബാധ. പെരിയത്തയുടെ ഈ ബാധ കയറുന്ന സമയങ്ങളിൽ എല്ലാ കൊച്ചുകുട്ടികളും എവിടെയെങ്കിലും പോയി ഒളിക്കുക പതിവായിരുന്നു. ഇതിന് ഒരു പരിഹാരം കാണാനും തറവാട്ടിലെ അസ്ഥിരതയ്ക്ക് തൻ്റെ ഭർത്താവ് മൂലമുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊരു അവസാനം കണ്ടെത്താനും വേണ്ടിയാണ് ഖദീജ പെരിയമ്മ ഭദ്രൻ നമ്പൂതിരിയെ കണ്ടത്. മഹാമാന്ത്രികന്മാരുടെ തറവാട്ടിൽ നിന്നും ഒരു പെണ്ണ് കാണാൻ വരിക, അതിൽ അയാൾ അത്ഭുതപ്പെട്ടിരുന്നു. എന്താണ് മേലെ തറവാട്ടിൽ നിന്നും ഈ എളിയ നമ്പൂതിരിയുടെ അടുത്തേക്ക്? എളിയനും വലിയവനും അത് പടച്ചോൻ നിശ്ചയിക്കണതല്ലേ. അങ്ങ് എനിക്കൊരു സഹായം ചെയ്തു തരണം. ഹൈ, എന്താ ഇപ്പോൾ അങ്ങനെ ഒരു സംസാരം? എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഖദീജ എല്ലാ കാര്യങ്ങളും നമ്പൂതിരിയോട് തുറന്നു പറഞ്ഞു. എല്ലാം മൂളിക്കേട്ട നമ്പൂതിരി കവടി നിരത്തി അല്പം ആലോചിച്ചിരുന്നു. അല്പം പ്രശ്നമുണ്ട്, എന്നാൽ പരിഹാരമുണ്ട്. എന്താണ് പ്രശ്നം? നമ്മൾ സംസാരിച്ചു തന്നെ. ഊണ് കാലായി വരിക എന്ന് പറഞ്ഞ് ഉറക്കത്തിലുള്ള ഒരാളെ വിളിച്ചു വരുത്തുക. വന്ന് കഴുകിയിരുന്നപ്പോൾ ഇന്നിനി ഊണില്ല, പോയി കിടന്നോളൂ എന്ന് പറഞ്ഞ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ചിത്രം വരപ്പിച്ചു, അതൊരു തെറ്റ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഉറക്കത്തിലും പൂജയിലുമായി ദേവീ ദർശനം ഉണ്ടായിരുന്നു. അത് അദ്ദേഹവും മറ്റാളുകളും കരുതിയതുപോലെയുള്ള ഒരു രൂപമായിരുന്നില്ല, തികച്ചും വ്യത്യസ്തമായിരുന്നു. ആ രൂപത്തെയാണ് അയ്യപ്പനെ കൊണ്ട് അദ്ദേഹം വരപ്പിച്ചത്. എന്താ ഇനി ചെയ്യുക? അതിരിക്കട്ടെ, വരച്ചയാളിപ്പോൾ ജീവനോടെ ഉണ്ടോ? ഉണ്ട്. മുജ്ജന്മ സുഹൃതം, അല്ലാണ്ട് എന്നും പറയാൻ കഴിയില്ല. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? സമസ്ത അപരാധങ്ങളും പുറത്ത് മാപ്പ് അപേക്ഷിക്കാൻ അടങ്കൽ വെക്കണം. എന്നിട്ട് ആ ചിത്രത്തെ കായംകുളത്ത് ഒരു ചാമുണ്ഡി ക്ഷേത്രമുണ്ട്, അവിടെ ഏൽപ്പിക്കണം. അതീവ ഉഗ്രഭാവത്തിലുള്ള പ്രതിഷ്ഠയായ ആദ്യ മധ്യത്തിലേക്ക്, അവിടുന്ന് മധ്യമത്തിലേക്കും ഉദ്യമത്തിലേക്കും മാറ്റണം. അതിന് ഞാനൊരു പെണ്ണാണ്, അറിയാലോ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ നിങ്ങൾക്ക് പിടിതരുമെന്ന് തോന്നുന്നില്ല. എന്നാലും ആ മുറിയൊന്ന് തുറക്കണം. അതിൽ നിന്നും എല്ലാം അശുദ്ധിയാക്കി മാറ്റണം, വരപ്പിച്ച ചിത്രം ഒഴികെ. ഒടുവിൽ നമ്പൂതിരിയുടെ ഇല്ലത്തു നിന്നും തിരിച്ചു മടങ്ങുമ്പോൾ എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയായിരുന്നു. ആരും തുറക്കാൻ ഭയന്നിരുന്ന മുറി പെരിയമ്മ തന്നെ തുറന്നു. നരിച്ചീരുകൾ അവർക്കു നേരെ പാഞ്ഞെടുത്തു. കലിയിളകിയ പോലെ മൈദീൻ പെരിയത്ത അവർക്കു നേരെ പാഞ്ഞെടുത്തു. അപ്പോഴേക്കും പെരിയമ്മ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. കൊച്ചുകുട്ടികൾ എല്ലാവരും ഭയന്നു വിറച്ചു. നൂറ തട്ടിമ്പുറത്ത് ഒളിച്ചിരുന്നു. അതിനിടയിൽ പൊടി പിടിച്ച ഒരു ഇരുമ്പ് വെട്ടി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മുഴുവൻ പൊടി പിടിച്ച ആ ഇരുമ്പ് വെട്ടി, തുരുമ്പ് പിടിച്ച ആ പെട്ടിയൊന്ന് അവൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്താവും ആ പെട്ടിയിൽ എന്ന ചിന്ത അവളെ വല്ലാതെ ചിന്തിപ്പിച്ചിരുന്നു. പൊടി തട്ടിയെടുത്ത ആ പെട്ടി അവൾ പതിയെ തുറന്നു. അതിൽ നിറയെ എന്തൊക്കെയോ പേപ്പറുകളായിരുന്നു. തപ്പിത്തടഞ്ഞ് അവൾ ഓരോ പേപ്പറുകളും വായിച്ചു തുടങ്ങി. എഗ്രിമെൻ്റ് പേപ്പറുകളും ഉടമ്പടികളും അങ്ങനെ എന്തൊക്കെയോ. ഫോറസ്റ്റുമായുള്ള കരാർ വരെ അതിലുണ്ട്. ഓരോ താളുകളും വളരെ കൗതുകത്തോടു കൂടിയാണ് നൂറ വായിച്ചത്. അതിനിടയിലാണ് നൂറയുടെ കണ്ണിൽ ആ പേപ്പർ ശ്രദ്ധിച്ചത്. ഒരു പോളിയോ കാർഡായിരുന്നു അത്. ബേബി നെയിം എന്നിടത്ത് ബേബി ഗേൾ എന്നാണ് ഇട്ടിരുന്നത്. അവൾ കൗതുകത്തോടെ ഓരോ വരിയും വായിച്ചു. ഇടുക്കിയിലെ ഏതോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ചീട്ടുകൾ, ചികിത്സയുടെ ചീട്ടുകൾ. ഒടുവിൽ 1000 രൂപയുടെ എഗ്രിമെൻ്റ് പേപ്പറിൽ ഒരു ഉടമ്പടി. അതിൻ്റെ തലക്കെട്ട് അവൾ ഒരിക്കൽ കൂടി വായിച്ചു. ദത്തുടമ്പടി. ഇവിടെ ആരെയാണ് ദത്തുടമ്പടി? ഇനി പെരിയത്ത പറഞ്ഞതുപോലെ എന്നെ ഉമി കൊടുത്ത് വാങ്ങിയതാണോ? ഏയ്, അങ്ങനെ ഉണ്ടാവൂ? അങ്ങനെ ഉണ്ടായാൽ ഞാൻ ആരും ഇല്ലാത്ത ഒരാളല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ ആരാണ്? എൻ്റെ അത്തയും ഉമ്മയും ആരായിരിക്കും? എന്നെ എന്തിനായിരിക്കും ഇവർ കൊടുത്തിട്ടുണ്ടാവുക? ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്നത്. ഹേയ്, തന്നെ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിയതൊന്നുമല്ല. ആ എഗ്രിമെൻ്റ് പേപ്പറുകൾ വായിക്കാനുള്ള ധൈര്യം ഒന്നുമില്ല. എന്നാലും പടച്ചവൻ പറ്റിക്കില്ലല്ലോ. എന്തായാലും വായിക്കുക തന്നെ. നൂറ പതിയെ അതിൻ്റെ താളുകൾ മറച്ചു. ഇടുക്കിയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് ജനിച്ച നൂറ എന്ന പെൺകുട്ടിയെ മേലെ തറവാട്ടിൽ സൈനുദ്ദീൻ സലീന ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യത്തിൽ ദത്തുകൊടുത്ത് പേപ്പറുകളായിരുന്നു അത്. നൂറയുടെ കൈകൾ വിറച്ചു. അവളുടെ തൊണ്ട ഇടറി. ചുണ്ടുകൾ വിറച്ച് അക്ഷരങ്ങൾ കണ്ണു നിറഞ്ഞ് കാണാത്ത പോലെ. അപ്പോൾ എനിക്ക് ആരുമില്ല അല്ലേ പടച്ചോനെ? അവൾ മുകളിലേക്ക് കൈയുയർത്തി ചോദിച്ചു. അപ്പോഴേക്കും
നൂറയെ താഴെ അന്വേഷിച്ചു തുടങ്ങിയിരുന്നു. താഴത്തെ കോലാഹലങ്ങളെല്ലാം ഒരുവിധം അവസാനിച്ചിരുന്നു. കണ്ണു നിറച്ചു വന്ന അവളെ സലീന ചേർത്ത് പിടിച്ചു. ഈ ഇതൊക്കെ കണ്ട് പേടിച്ചു പോയോ? ഇല്ല എന്നോ ഉണ്ട് എന്നോ പറയാൻ അവളുടെ ചുണ്ടുകൾ സമ്മതിച്ചിരുന്നില്ല. അവൾ വിതുമ്പി. കണ്ണുകൾ അനുസരണയില്ലാത്ത പോലെ നിറഞ്ഞൊഴുകി. എന്താ എൻ്റെ കുട്ടിക്ക്, എന്താണ്? അവർ അവളെ ചേർത്ത് പിടിച്ചു. നൂറ അവളുടെ കവിളിലും നെറ്റിയിലും ആർത്തിയോടെ ചുംബിച്ചു. അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്നു. ആരോടും എന്തായാലും ചോദിക്കില്ല എന്ന് നൂറ ഉറപ്പിച്ചിരുന്നു. തറവാട്ടിൽ വരപ്പിച്ച ചിത്രം തിരിച്ചേൽപ്പിച്ചതോടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അവസാനമായി. വീണ്ടും പഴയ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നൂറയുടെ ജീവിതം ആകെ തലകീഴായി മറിഞ്ഞു. അവളുടെ കണ്ണുനീരിൽ തലയിണ കുതിർന്നു തുടങ്ങി. ആരാണ് തന്നെ ഉപേക്ഷിച്ച തൻ്റെ ബാപ്പയും ഉമ്മയും? തന്നെ എന്തിനാവും ഉപേക്ഷിച്ചവ? ആരുമില്ലാത്തവളായ രാത്രികൾ. കുറച്ച് വിഷം തന്ന് തന്നെ അവർക്ക് കൊല്ലാമായിരുന്നില്ലേ? ആരും ഇഷ്ടപ്പെടാത്ത അവിഹിത ഗർഭമായിരുന്നോ? അതോ തന്നെ ഇഷ്ടമാവാഞ്ഞിട്ടാണോ? താനൊരു പെൺകുട്ടിയായതുകൊണ്ടാണോ? മിക്കവാറും ദിവസങ്ങളിൽ ഉറക്കം പ്രണയിക്കാതെ പോയി. എല്ലാവരും കാണിക്കുന്ന സ്നേഹം സിമ്പതി മാത്രമാണ്. ആരുടെയോ മകൾ വേറെ എവിടെയോ വളരുന്നു. അനാഥ, തീർത്തും അനാഥ തന്നെ. നൂറയ്ക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നുന്ന പോലെ. സ്വന്തം മകളെ പോലെ ചേർത്ത് നിർത്തുന്ന സലീനാമ്മ, പിന്നെ സൈനുദ്ദീനത്ത. എന്നെ ദത്തു വാങ്ങിയാൽ എന്താ? ഞാനിപ്പോൾ ഇവിടുത്തെ ഒരാളല്ലേ? അത്തമ്മയുടെയും അത്തത്തയുടെയും കിളിക്കാൻ പറ്റിയല്ലേ? ഞാൻ അനാഥയൊന്നുമല്ല. അല്ലെങ്കിലും ആരാ പറഞ്ഞത് അനാഥയാണെന്ന്? പതിയെ നൂറ ജനാലകൾക്കരികിൽ വന്നു നിന്ന് പുറത്തേക്ക് നോക്കി. അകലെ ആകാശത്തിൽ നിറയെ നക്ഷത്രങ്ങൾ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് മഞ്ഞ് പെയ്യുന്ന പോലെയുണ്ട്. 1000 രൂപയുടെ മുദ്രക്കടലാസിൽ ഒരു ജീവൻ കൈമാറ്റം ചെയ്തു. ഞാൻ എന്ന ജീവന് സർക്കാർ നിശ്ചയിച്ച വിലയാണോ അത്? ശരിക്കും എന്നെ ആരുമില്ലാത്ത ഒരിടത്തു നിന്നും രക്ഷിക്കുകയാണോ ചെയ്തത്? ഞാൻ ഏത് മതമായിരിക്കും? ഏറ്റവും രുചിയുള്ളതും ഒരിക്കലും മറക്കാത്തതുമായ അമ്മിഞ്ഞപ്പാൽ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുമോ? അമ്മയുടെ നെഞ്ചോട് ചേർത്ത് എന്നെ ഉറക്കിയിട്ടുണ്ടാവുമോ? കുഞ്ഞു കഥകളും പാട്ടുകളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുമോ? തോളത്ത് തട്ടി ഉറക്കിയിട്ടുണ്ടാവുമോ? അമ്പിളിമാമനെ കാണിച്ചോ? മാമ ഊട്ടിയിട്ടുണ്ടാവുമോ? എനിക്കറിയില്ല. അവളുടെ കലങ്ങിയ കണ്ണുകൾ അടച്ചു പിടിച്ചു. അപ്പുറത്തു നിന്നും അമ്മ ഉറങ്ങിയോ എന്നറിയാൻ വരുന്ന കാലച്ച കേൾക്കാം. പെട്ടെന്ന് തന്നെ ബെഡിലേക്ക് കിടന്ന് കണ്ണടച്ചു കിടന്നു. അമ്മ അരികിൽ വന്നു. പുതപ്പിച്ച് നെറ്റിയിലൂടെ ഒന്ന് തലോടി മുറിയിലെ ലൈറ്റ് ഓഫാക്കി മുറിയിൽ നിന്നും കടന്നുപോയപ്പോൾ ആകെ ഒന്ന് അലറിക്കരയണം എന്നാണ് തോന്നിയത്. സെലീന ഉമ്മയാണ് എൻ്റെ ഉമ്മ, വേറെ ആരുമല്ല. ഞാൻ ഒരു പാഴ്സ്വപ്നങ്ങൾ കണ്ടതാണ്. കണ്ണുകൾ അടച്ച് ഒന്നുറങ്ങണം എനിക്ക്. പക്ഷേ അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. സൈനുദ്ദീനത്ത ചേർത്ത് പിടിച്ച് തന്നോട് സുഖമല്ലേ മോളൂ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം തന്നെ എനിക്ക് വേറെ ആരെയോ പോലെ തോന്നിയിരുന്നു. ആരെയും നോക്കാൻ കഴിയാത്ത പോലെ മുഖം താഴ്ന്നിരുന്നു. ഇവൾക്കെന്താ പറ്റിയേ? കിലുക്കാൻ പറ്റി കുറച്ച് ദിവസമായി മൗനമാണല്ലോ. ഇവളെ വാങ്ങിയെടുത്ത് തന്നെ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല ചുണയുമുള്ള ഒന്നിനെ വാങ്ങണം. സൈനു, നിന്റെ കയ്യിൽ ഉമിയില്ലേ? മൈദീൻ പെരിയത്ത അങ്ങനെ പറഞ്ഞപ്പോൾ അടക്കാൻ പറ്റാത്ത സങ്കടം അണപൊട്ടി ഒഴുകി. അതുവരെ പിടിച്ചുവെച്ച സങ്കടങ്ങൾ അത്രയും എങ്ങനെയോ പുറത്തേക്ക് ഏങ്ങലായി വന്നു. എല്ലാവർക്കും അറിയാം ഉമി കൊടുത്തു വാങ്ങിയതാണെന്ന്. മുറിയടച്ച് അവൾ കരഞ്ഞു തുടങ്ങി. വാതിലിൽ തട്ടി വിളിച്ചും അവർ പുറത്തുനിന്നും ബഹളമുണ്ടാക്കി. മൈദീൻ പെരിയത്ത ഒന്നും മിണ്ടാനാവാതെ തലകുനിച്ചിരുന്നു. പെരിയത്ത ഒരു തമാശ പറഞ്ഞതാ, അതിനാണോ എൻ്റെ കുട്ടി ഇത്രയും സങ്കടം? സെലീന അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നെ നിങ്ങൾ ഉമി കൊടുത്ത് വാങ്ങിയതാണോ ഉമ്മ? ആരേലും കുട്ടികളെ ഉമി കൊടുത്ത് വാങ്ങുമോ എൻ്റെ മോളെ? പൈസ കൊടുത്ത് വാങ്ങുമോ ഉമ്മ? ഷേ, ഈ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നൂറയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ സലീനയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പതിയെ നൂറയുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയപ്പോൾ സലീന മുറിവിട്ടു. രാത്രിയിൽ വീണ്ടും ഞെട്ടിയുണർന്നു. കുത്തിയിരുന്നു. അവളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ. ആരാവും തൻ്റെ ഒറിജിനൽ ഉമ്മയും പാപ്പയും? അവരെ കാണണം. എന്നിട്ട് ചോദിക്കണം, എന്തിനായിരുന്നു എന്നെ ഇങ്ങനെ? എന്നോട് ഇഷ്ടമില്ലായിരുന്നു എന്ന്. ഫോണിൽ ഗൂഗിളിൽ ഇടയ്ക്ക് ഇറങ്ങാനുള്ള ട്രിക്കുകൾ നോക്കും. പക്ഷേ ഒരു സൂത്രപ്പണികൾക്കും നൂറയെ ഉറക്കാൻ കഴിയുമായിരുന്നില്ല. ഒന്നുറങ്ങാൻ കൊതിച്ചിരുന്ന രാത്രികൾ. സ്ലീപ്പിംഗ് പിൽസ് ഉറങ്ങാനുള്ള മന്ത്രമാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഒരു സ്ലിപ്പ് വാങ്ങി ആരും കാണാതെ ബെഡിനടിയിൽ ഒളിപ്പിച്ചിട്ടുള്ള ഉറക്കം. അതേ മനോഹരമായ ഉറക്കം. പതിയെ പതിയെ 1 നിന്നും 2 മനസ്സ് നിറയും വരെ കരയും. പതിയെ പതിയെ ഉറക്കത്തിലേക്ക്. ജീവിതം എന്താണ് ഇങ്ങനെയെന്ന് ഒരുപാട് തവണ ആലോചിച്ചു. മുറി അടിച്ചു വാരാനെത്തിയ സലീനമ്മയാണ് ആദ്യം സ്ലീപ്പിംഗ് പിൽസ് കാണുന്നത്. തറവാട്ടിൽ വലിയ ബഹളമായി. എല്ലാവരുടെയും മുന്നിൽ ഹാജരാക്കപ്പെട്ട നൂറ ഒരു കൂസലും ഇല്ലാതെ നിന്നു. എന്തിനാ മോളെ നിനക്ക് ഉറക്ക ഗുളിക? സൈനുദ്ദീനയുടെ കണ്ണു നിറച്ചുള്ള ചോദ്യത്തിൽ നൂറയുടെ മുഴുവൻ നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു.
അവൾ അത്തയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. കണ്ടു നിന്നവർക്കാർക്കും കാര്യം എന്താണ് എന്ന് മനസ്സിലായില്ല. എങ്കിലും എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. ഇനി എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, ആരും എൻ്റെ കുട്ടിയെ ചീത്ത പറയണ്ട. അത്ത അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത്ത പറയാം എൻ്റെ എന്ന്. അതെ, ഞാൻ അത്തയുടെ കുട്ടിയാണ്. എനിക്ക് വേറെ ഉപ്പയും ഉമ്മയും ഒന്നുമില്ല. എൻ്റെ അത്തയും അമ്മയും എല്ലാം ഇവർ തന്നെയാണ്. വേറെ ആർക്കും എൻ്റെ മേലിൽ ഒരു അവകാശമില്ല. എനിക്ക് ആരെയും കാണുകയും വേണ്ട. അന്ന് ഉറക്ക ഗുളികയില്ലാതെ ഉറങ്ങിയ ഒരു രാത്രിയായിരുന്നു. വേറെ ചിന്തകളൊന്നുമില്ലാതെ രാത്രി നേരം വെളുത്തയുടൻ തട്ടിമ്പുറത്ത് കയറി പേപ്പറുകൾ മുഴുവൻ ആരും കാണാതെ കൈക്കലാക്കി. എൻ്റെ ഓർമ്മകൾ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഈ ചിന്തകൾ, ഈ പേപ്പറുകൾ ഇനി വേണ്ട എന്ന ചിന്തയിലായിരുന്നു. നശിപ്പിക്കും മുൻപ് ഒരിക്കൽ കൂടി ആ പേപ്പറുകൾ ഒന്ന് എവിടെയെങ്കിലും തൻ്റെ ജന്മം നൽകിയവർ ആരാണ് എന്നറിയാനുള്ള കൗതുകം ഒരിക്കൽ കൂടി ഒന്ന് ഓടിച്ചു നോക്കി. ഒന്നിനും വേണ്ടിയല്ല, ഒരു തവണ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. കുറച്ച് അകലെ നിന്നാണ് എങ്കിലും വെറുതെ ഒന്ന് നോക്കാൻ. പേപ്പറുകളിൽ എവിടെയും തൻ്റെ മാതാവും പിതാവും ആരാണ് എന്ന് അടയാളപ്പെടുത്തിയിരുന്നില്ല. സാരല്ല, അതൊരു കണക്കിന് നന്നായി. എൻ്റെ അത്തയും അമ്മയുമാണ് എല്ലാം ഇവരാണ്. ഇതാണ് എൻ്റെ ലോകം. ഇനി തനിക്ക് വേറെ എന്തവകാശികൾ? ഏതവകാശികൾ? ആരും വേണ്ട. എന്തിനാ ഇനി? എന്നെ വേണ്ടാതെ കൊടുത്തു പോയവരെ ഞാനെന്തിനു കാണണം? എന്നാലും അവർക്കെന്നെ ഒന്ന് കാണാൻ തോന്നാതിരിക്കുമോ? അത്രയ്ക്കും മോശമാണോ ഞാൻ? കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന നൂറ തന്നെ ഒന്ന് നോക്കി. ഞാൻ സുന്ദരിയാണല്ലോ, പിന്നെ എന്താ? എന്തേലും ആവട്ടെ. എന്തായാലും എനിക്ക് അവരെ വേണ്ട, എന്നെ അവർക്കും വേണ്ടാത്ത പോലെ. പേപ്പറുകൾ മുഴുവൻ തീയിട്ട് നശിപ്പിച്ച് വേറെ ആർക്കും അറിയില്ലെങ്കിലും പിന്നെ എന്തിനാ അവരെ ഓർമ്മിപ്പിക്കണം? ചിലപ്പോൾ ഏതെങ്കിലും കുട്ടിപ്പട്ടാളത്തിന് കിട്ടിയാൽ ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. വളർത്താൻ കൊണ്ടുവന്ന പൂച്ചയും പട്ടിയും ഒക്കെ പോലെയാണല്ലോ എൻ്റെയും ജീവിതം. കുറച്ചുകൂടെ പക്വതയിൽ എല്ലാവരോടും പെരുമാറണം. ഇനിയും നിന്നെ ഉമി കൊടുത്ത് വാങ്ങിയതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ? സെലീന അമ്മയുടെ പിന്നിൽ നിന്നും മാറാതെ എപ്പോഴും കൂടിയിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. എന്ത് ചെറുപ്പത്തിൽ? ഇപ്പോൾ കുരുത്തക്കേടിന് എന്താ കുറവ്? ആഹാ, അത്രയ്ക്ക് കുരുത്തക്കേടാണോ? അടുക്കളയിലെ മാർബിൾ തട്ടിൽ കയറിയിരുന്ന് ചിരകിയ തേങ്ങ വാരി വായിലിട്ടുകൊണ്ട് നൂറ ചോദിച്ചു. അമ്മ, നിങ്ങൾ എനിക്ക് എത്ര വയസ്സ് വരെ പാല് തന്നിട്ടുണ്ട്? അവളുടെ ചോദ്യത്തിന് സലീന ഒന്ന് പതറി. എങ്കിലും അവർ അവളെ ഒന്ന് നോക്കി. കുടിച്ച് എൻ്റെ നെഞ്ച് പറിച്ചു പോയിട്ടുണ്ടാവും. അറിയോ നിനക്ക്? ആഹാ, അപ്പോൾ ശരിക്കും ഭയങ്കര കൊതിയായിരുന്നു അല്ലേ? പിന്നെ പറയാണ്ടോ. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? നല്ല കൊട്ടപ്പേരൊക്കെയും ചെന്നിനായിക വരച്ചു ചേർത്തു. അമ്മ, ഈ ചതി വേണ്ടായിരുന്നു കേട്ടോ. പാവം ഞാൻ. സെലീന അവളുടെ അടുത്തേക്ക് വന്ന് നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്താടി പൊട്ടിക്കളി? ഇപ്പോൾ നിനക്ക് കുടിക്കണോ? ആ, കുടിക്കണം എന്ന് വെച്ചാൽ ഇപ്പം തരുമോ മിസ്സിസ് സൈനുദ്ദീൻ? ആഹാ, അപ്പോൾ സൈനുദ്ദീൻ നിൻ്റെ ആരാടി കുരുത്തം കെട്ടത്? നൂറ സലീനയെ കെട്ടിപ്പിടിച്ചു. നിങ്ങളെ രണ്ടാളെയും കിട്ടിയത് എൻ്റെ ഭാഗ്യമല്ലമ്മ. അതെ, ഞങ്ങളുടെ കഷ്ടകാലം. ശരിക്കും ഞാൻ കഷ്ടകാലമാണോ അമ്മ? പിന്നെ ശരിക്കും എന്താ ചോദിക്കാനുള്ളേ? നൂറയുടെ മുഖം ഒന്ന് വാടിത്തുടങ്ങി. നമ്മുടെ ഈ കഥ ഇവിടെ തുടരുകയാണ്. അനാഥയായ നൂറയുടെ ജീവിതങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇനിയുള്ള അധ്യായങ്ങൾ അത്രയും. ആകാംക്ഷയുടെ അടുത്ത അധ്യായങ്ങൾ അറിയാൻ നമ്മോടൊപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ താങ്ക് യു.